ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കാശ്മീരിലെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മളെന്തായാലും തിരിച്ചു പോവുകയാണ്. അപ്പോൾ തിരിച്ചു പോകുന്ന വഴി നമ്മൾ നേരെ ഡൽഹിയിലോട്ടാണ് പോകുന്നത്. ഡൽഹിയിലോട്ട് പോകുന്ന വഴി നമ്മൾ പഞ്ചാബിലെ സുവർണ ക്ഷേത്രം, ഗോൾഡൻ ടെമ്പിൾ, അവിടെ നമ്മൾ കയറുന്നുണ്ട്. അവിടുത്തെ കാഴ്ചകളും കണ്ട് പഞ്ചാബിൽ നമ്മൾ പാക്കേജിൽ കുറച്ച് സ്ഥലങ്ങളെല്ലാം നമ്മൾ ആഡ് ചെയ്തായിരുന്നു. പക്ഷേ അതെല്ലാം പഹൽഗാമിലെ വിഷയം കാരണം വാഗാ ബോർഡർ ഉൾപ്പെടെ പല സ്ഥലങ്ങളും ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. നമുക്കെന്തായാലും അങ്ങോട്ട് ചെല്ലാൻ പറ്റത്തില്ല. അപ്പോൾ അത് കാരണം ഞങ്ങൾ സുവർണക്ഷേത്രം ഞങ്ങൾ എന്തായാലും ഒഴിവാക്കുന്നില്ല. ഗോൾഡൻ ടെമ്പിൾ അത് കാണേണ്ട ഒരു ക്ഷേത്രമാണ്. എന്തായാലും അത് കാണാൻ വേണ്ടി നമ്മൾ കയറും. അത് കഴിഞ്ഞിട്ട് നേരെ ഡൽഹിയിലോട്ട് പോവുകയാണ്. ഡൽഹിയിൽ നമ്മൾ കുത്തബ് മിനാർ, ഇന്ദിരാഗാന്ധി മ്യൂസിയം, രാജ്ഘട്ട്, പിന്നെ അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട് ഡൽഹിയിൽ. അതെല്ലാം നമ്മൾ പോയി കാണാനായിട്ടുള്ള പരിപാടിയിലാണ്. അപ്പോൾ നമുക്ക് പൂർണ്ണമായിട്ടും വീഡിയോയിലോട്ട് വരാം. ഓക്കെ. അതിരാവിലെ തന്നെ നമ്മൾ കാശ്മീരിൽ നിന്നും യാത്ര തുടങ്ങി. നോക്കുന്ന വഴികളിലെല്ലാം പട്ടാളക്കാർ വളരെ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് കാവലായിട്ട് അവർ നിൽപ്പുണ്ട്. അവർ കാണത്തക്ക രീതിയിൽ നമ്മൾ വീഡിയോസോ ഫോട്ടോസോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അവർ സമ്മതിക്കത്തില്ല. അവർ പാടില്ല എന്നവർ പറയും. അത് നമ്മുടെ സേഫ്റ്റിയുടെ പ്രശ്നമാണ്. അതുപോലെ തന്നെ പോരുന്ന വഴിക്കെല്ലാം മണ്ണിടിഞ്ഞിട്ട് മാറ്റുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ ഒരു ഉച്ചയോടുകൂടി ഒരു സ്ഥലത്ത് വന്ന് അങ്ങനെ നിർത്തി ഞങ്ങൾ ഭക്ഷണമൊക്കെ ലൈവായിട്ട് നമ്മളത് ഉണ്ടാക്കി നമ്മൾ കഴിക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാവരും ഒന്ന് മാറുവാണ്. നല്ലൊരു വളരെ ഫ്രീ ആയിട്ടുള്ളൊരു സ്ഥലം, നല്ല കാറ്റും അത്യാവശ്യം നല്ല തണുപ്പും ഒക്കെ ഉള്ള നല്ല സ്ഥലമായിരുന്നു. അതുകൊണ്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറുവാണ്. പിന്നെ അവിടെ കുറേ ചെടികളൊക്കെ നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. അത് നാട്ടിലുള്ള കഞ്ചാവാന്നൊക്കെ പറയുന്നുണ്ട്, നമുക്കതറിയില്ല. അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ വണ്ടിയിലിങ്ങനെ മുഴുവൻ ഇരിക്കുന്നതുകൊണ്ട് എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള പരിപാടി ഇട്ട് ഇനി അവിടെ നിന്ന് ഞങ്ങൾ യാത്ര തിരിക്കും. അങ്ങനെ നേരം വൈകി എത്തുന്നു, സന്ധ്യ ആകാൻ പോകുന്നു. ഞങ്ങൾ സന്ധ്യയ്ക്ക് മുമ്പ് ഞങ്ങൾ സുവർണക്ഷേത്രം എത്തണം എന്നുള്ള രീതിക്കാണ് പോകുന്നത്. പക്ഷേ ട്രാഫിക്ക് കുറച്ച് ഇതായിട്ടുണ്ടായിരുന്നു. എന്തായാലും ഞങ്ങൾ ക്ഷേത്രത്തിലെത്തിയിരിക്കുകയാണ്. കുറച്ച് അല്പദൂരം ഉള്ളിലോട്ട് നമ്മൾ നടക്കണം. നമ്മുടെ ബസ് കൊണ്ടുവന്ന് നിർത്തിയതിന് ശേഷം ഒരു 800 മീറ്ററോളം നമുക്ക് ഉള്ളിലോട്ട് നടന്നാൽ മാത്രമാണ് സുവർണക്ഷേത്രത്തിലോട്ട് നമുക്ക് ചെല്ലാൻ പറ്റുന്നത്. എന്തായാലും രണ്ട് സൈഡിലെ കാഴ്ചകൾ അതിമനോഹരമാണ്. നമ്മൾ ജയ്പൂരിൽ പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്ന പോലെ തന്നെ ഇത് എനിക്ക് തോന്നുന്നത് യെല്ലോ സിറ്റിയാണെന്ന് തോന്നുന്നു. കാരണം മഞ്ഞ കളറടിച്ച് നല്ല ഭംഗിയുണ്ട്. റോഡൊക്കെ നല്ല ടൈലൊക്കെ ഇട്ട് നല്ല ഭംഗിക്കാണ് ഇട്ടിരിക്കുന്നത്. എന്തായാലും സുവർണക്ഷേത്രം ഒന്ന് കാണാൻ പറ്റിയത് നമ്മുടെ ഒരു ഭാഗ്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും കാണാൻ പറ്റില്ല എന്നാണ് നമ്മൾ കരുതി വെച്ചത്. ഓൾറെഡി നമ്മുടെ ഈ പഹൽഗാമിലെ വിഷയം വല്ലാത്തൊരു വിഷയം തന്നെയാണ്. എന്നിട്ട് ഞങ്ങൾക്ക് ഇവിടം വരെ എത്താൻ പറ്റി. സുവർണക്ഷേത്രം ഏത് ജാതിക്കാർക്കും ജാതിമത ഭേദമില്ലാതെ എല്ലാവർക്കും ഇവിടെ നമുക്ക് പ്രവേശിക്കാവുന്നതാണ്. ഇതിന് ശരിക്കും പറയാൻ 4 വാതിലുകളുണ്ട്. ഇതിൻ്റെ മേളിലെ താഴികക്കുടത്തിന് സ്വർണം പൂശിയിട്ടുള്ളതായിട്ട് അവർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല വൃത്തിയിൽ ഒക്കെ സൂക്ഷിക്കുന്നൊരു അമ്പലം തന്നെയാണ് ഇത്. കാല് കഴുകാനുള്ള സെറ്റപ്പാണ്. നമുക്ക് ഹാൻഡ് വാഷ് ചെയ്തിട്ട് നമുക്ക് നേരെ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഇത്തിരി വെള്ളം കെട്ടിക്കിടപ്പുന്നുണ്ട്. അവിടെ നമുക്ക് കാല് കഴുകി നമുക്ക് അകത്തോട്ട് കയറാം. എന്തായാലും ഇവിടെ ആണായാലും പെണ്ണായാലും ശരി തല മറച്ചേ നമുക്ക് ഇതിനകത്ത് നടക്കാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ അവർ വഴക്ക് പറയും. അവിടെ ഒത്തിരി ആൾക്കാർ സെക്യൂരിറ്റി ആയിട്ട് നിൽപ്പുണ്ട്. അവരുടെ നിർദ്ദേശങ്ങൾ എന്തായാലും പാലിച്ചേ പറ്റുള്ളൂ. അനുസരണക്കേടൊന്നും കാണിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ഉൾവശത്ത് നമുക്ക് മറ്റുള്ള കച്ചവടമോ അതൊന്നും അനുവദിക്കുന്നതല്ല. നമുക്ക് വളരെ സ്വൈര്യമായിട്ട് നമുക്കത് കണ്ട് ആസ്വദിച്ച് നമുക്ക്
തിരികെ പോരാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഭക്ഷണവും ഉണ്ട് അവിടെ. ചപ്പാത്തി, അതേപോലെ തന്നെ റൈസ്, ഇതെല്ലാം നമുക്കവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വരുന്നവർക്ക് കേസരി, അതും ഒരു പ്ലേറ്റ് നമുക്ക് ആവശ്യമുള്ളതുപോലെ നമുക്ക് കഴിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ക്ഷേത്രത്തിൻ്റെ സൈഡിൽ കൂടി നമ്മൾ നടന്നു വരുമ്പോഴേക്കും 4 സൈഡിലായിട്ടും വെള്ളം വെച്ചിട്ടുണ്ട്. അവരൊരു മൊന്തയിൽ നമുക്ക് വെള്ളം തരും, അതും കുടിക്കാം. നല്ല ശുദ്ധമായ വെള്ളമാണ്. അങ്ങനെ നമ്മളെ ഏത് തീർത്ഥാടകരെയും അവർ വളരെ ആദരവോടുകൂടി തന്നെയാണ് അവർ സ്വീകരിക്കുന്നത്. വളരെ മര്യാദയുള്ളൊരു സ്ഥലം, അതുപോലെ തന്നെ വൃത്തിയായിട്ട് അപ്പം സൂക്ഷിക്കുന്നൊരു സ്ഥലമാണ് സുവർണക്ഷേത്രം. അത് പേരിലുള്ളതുപോലെ തന്നെ അത് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ബൈ.